ശിവദം നിറയും പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിരരാവിതിൽ. ശിവദം നിറയും പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിരരാവിതിൽ. ദേവഹിതം ദേവിമുഖം തെളിയും വെൺചന്ദ്രൻ പോൽ ആതിരയായി പാടിവരൂ രാവിൽ നീ വാർമുടി പിന്നി പൂക്കൊട ചാർത്തി ആടിടാം സഖിമാരെ. വാർമുടി പിന്നി പൂക്കൊട ചാർത്തി ആടിടാം സഖിമാരെ. ശിവദം നിറയും പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിരരാവിതിൽ. മോഹമുടൻ പൊടുപാടിടുമീണം വേണികളാടിടുമീരടി താളം. മോഹമുടൻ പൊടുപാടിടുമീണം വേണികളാടിടുമീരടി താളം. ദേവി സവിധം നിറയുകയായി ദേവി സവിധം നിറയുകയായി പ്രണയ സ്വരൂപൻ ദേവൻ. മോഹമുടൻ കൊടുപാടിടുമീണം വേണികളാടിടുമീരടി താളം. ദേവി സവിധം നിറയുകയായി പ്രണയ സ്വരൂപൻ ദേവൻ. ശിവദം നിറയും പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിരരാവിതിൽ. ചന്തമുടി വിധമാടകൾ ചാർത്തി ചന്ദനകളഭം
विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിലിണയാകണേ സത്യമെന്നുള്ള ശീലമോടെന്നെ ശാന്തിയറിയണമേ ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാക്കണേ ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ സ്വാഗത പ്രസംഗത്തിനായി കൽപ്പയുടെ സെക്രട്ടറി ശ്രീ ജോജി ടി മാത്യുവിനെ ക്ഷണിക്കുന്നു. മറ്റൊരു ദിവസം കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഓണാഘോഷത്തിന് വേണ്ടി. പതിവായിട്ട് കൽപ്പയ്ക്ക് ക്രിസ്മസ് അടുക്കുമ്പോഴാണ് ഓണം ആഘോഷിക്കാനെ കൊണ്ട് സമയം കിട്ടുന്നത്. അത് മറ്റൊന്നും കൊണ്ടുമല്ല, നമ്മൾ വളരെ ചെറിയൊരു സംഘടനയാണ്. ഈ സംഘടനയ്ക്ക് സാമ്പത്തികമായിട്ടുള്ള പരിമിതികളും മറ്റ് പരിമിതികളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും ലേറ്റായിട്ടാണെങ്കിൽ ഒരു ദിവസം നമ്മൾ ഇന്നത്തേക്ക് മാറ്റിവെക്കുന്നത്. 2005 മുതൽ ഈ സംഘടന UAE പ്രവർത്തിക്കുന്നുണ്ട്. അന്ന് വളരെ ചെറിയ ജോലിയുമായിട്ടൊക്കെ വന്നവർ ഒരുമിച്ച് കൂടി അവരുടെ സമയം കണ്ടെത്തി ഒരു ദിവസം മാറ്റിവെച്ചിട്ടാണ് ഈ കൽപ്പ എന്ന സംഘടന ഉണ്ടാക്കി. 2005 എൻ്റെ ഓർമ്മ, ശരിയാണെങ്കിൽ. വീണ്ടും ഈ ഒരു ദിവസം നിങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് ഇവിടെ വന്നിട്ട് ഒരു ഓണാഘോഷത്തിന് കൂടുവാൻ വേണ്ടി. ഇന്നേ ദിവസം കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ വേദിയുടെ അധ്യക്ഷനായിരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും ചെറുപ്പക്കാരനായ പ്രസിഡൻറ്റ് ബഹുമാനപ്പെട്ട സുരേന്ദ്രൻ ചേട്ടൻ, അതിൽ കൂടുതൽ എങ്ങനെയാണ് പുള്ളിയെ ഡിഫൈൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ഹാർദവമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നേ ദിവസം മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കണ്ണൂർ പയ്യന്നൂർ സ്വദേശിനിയായ ദീപ പ്രമോദാണ്. എഴുത്തുകാരി, അഭിനേത്രി, സാമൂഹിക പ്രവർത്തക എന്നീ നിലകളിൽ സ്തുത്യർഹമായ സേവനം നൽകി വളർന്നു വരുന്ന ഒരു കലാകൂരിയാണ് ദീപ പ്രമോദ്. ദീപയുടെ ഭാവിയിലേക്കുള്ള എല്ലാ സകല പ്രയത്നങ്ങളും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കലഞ്ഞൂർ പഞ്ചായത്ത് പ്രവാസി അസോസിയേഷന് വേണ്ടിയും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ഓണസംഗമത്തിന് ആശംസകൾ അർപ്പിക്കുവാനായി നമ്മുടെ നാട്ടിൽ നിന്നും ഒരാൾ എത്തിച്ചേർന്നിട്ടുണ്ട്. തീരെ പ്രതീക്ഷിക്കാതെയാണ് ലേഖ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ലേഖ നമ്മുടെ സുഹൃത്തു കൂടിയായ ബിജുവിൻ്റെ വൈഫ് കൂടെ ഇങ്ങനെ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. പുള്ളിക്കാരി എത്തിയിരിക്കുന്നത് പുള്ളിക്കാരുടെ ഒരു പുസ്തകം കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനം എൻ്റെ അറിവ് ശരി നാളെ നമ്മുടെ ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ നടക്കുകയാണ്. നാളെ വൈകിട്ട്
7 മണിക്കാണ് അതിൻ്റെ പ്രകാശനം നടക്കുന്നത്. കഴിവുള്ളവർ അവിടെ പോയി ഇതിനെ പ്രോത്സാഹിപ്പിക്കണം. ഈ ഇന്നലെയാണെന്ന് തോന്നുന്നു വന്നത് പുള്ളിക്കാരി. പെട്ടെന്നൊരു ഷോർട്ട് നോട്ടീസിൽ ഇവിടെ വന്ന് ഇതിൽ പങ്കെടുക്കുവാനെ കൊണ്ട് സമയം കണ്ടെത്തിയ ലേഖയോട് നന്ദി അറിയിക്കുന്നതിനോടൊപ്പം നമ്മുടെ നാട്ടുകാരി, നമ്മുടെ കലഞ്ഞൂക്കാരി എന്നുള്ള നിലയിൽ ഹാർദവമായിട്ട് ഈ കൽപ്പയുടെ ഈ ഓണാശംസ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇനിയും നമുക്ക് ആശംസകൾ അർപ്പിക്കുവാനായിട്ടുള്ളത് നമ്മുടെ കൽപ്പയുടെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ വർഗീസ് ജോൺസനാണ്. വർഗീസ് ജോൺസണും ഈ സംഘടനയുടെ ഒരു സ്ഥാപക അംഗവും സ്ഥാപക നേതാവും കൂടിയാണ്. ഇന്നേവരേക്കും ഈ കഴിഞ്ഞ 19-20 വർഷമായിട്ട് സംഘടനയോടൊപ്പം ചേർന്ന് നടക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ വർഗീസ് ജോൺസനെ ഈ വേദിയിലേക്ക് നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയും കൽപ്പയ്ക്ക് വേണ്ടിയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ശ്രീ പ്രമോദ് CP കൽപ്പയുടെ ഓഡിറ്ററാണ്. കൽപ്പയുടെ ഒപ്പം ചേർന്ന് നടക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ പ്രമോദ് CPയെ ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കുവാനായി വീണ്ടും നമ്മുടെ കൽപ്പയുടെ കൾച്ചറൽ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ശ്രീ സുധീഷ് കുമാറാണ്. സുധീഷ് കുമാറിനെ ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏത് പരിപാടിയുടെയും വിജയം എന്ന് പറയുന്നത് അതിൻ്റെ സാമ്പത്തിക അടിത്തറ ഒന്ന് ശക്തമായിട്ടിരിക്കുമ്പോഴാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ഈ പരിപാടി ഓർഗനൈസ് ചെയ്യാനും ഇതിൻ്റെ ഇവിടെ വന്നിട്ടുള്ളവർ നൽകിയ രജിസ്ട്രേഷനും അതുപോലെയുള്ള കൂപ്പൺ സെയിലും ഒക്കെ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് അതിൻ്റെ സ്പോൺസേഴ്സാണ്. നമ്മൾ സമീപിക്കുമ്പോൾ പലരും ബുദ്ധിമുട്ട് പറഞ്ഞ് മാറുകയാണ് പതിവെങ്കിലും കുറച്ച് പേരെങ്കിലും നമുക്കൊരു കൈത്താങ്ങായിട്ട് ഇന്ന് വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് റേദ അൻസാരി എക്സ്ചേഞ്ച് ഗ്രൂപ്പാണ്. നമ്മൾ വെറും ഒരു ഇമെയിൽ, എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട ഷഷാർ ലീൻ വിളിച്ച് പറഞ്ഞ് ഒരു ചെറിയ ഇമെയിൽ അയച്ചപ്പോൾ തന്നെ അവരത് സമ്മതിക്കുകയും ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ മുഖ്യ സ്പോൺസറായിട്ട് അവർ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഈ സന്മനസ്സിന് ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കൽപ്പയുടെ പേരിലും ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രോഗ്രാം സ്പോൺസറായിട്ടുള്ള ജബലൽത്തൂർ ഗ്രൂപ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡൻ്റിൻ്റെ ഒരു സംരംഭമാണ്. അതിൻ്റെ പ്രവർത്തകർ ഏവരെയും ഹാർദവമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സപ്പോർട്ടിംഗ് സ്പോൺസേഴ്സായിട്ടുള്ള അലാസ്ക കമ്പ്യൂട്ടേഴ്സ്, സ്റ്റാർ ഷൈൻ ജുവലേഴ്സ്, അൾഡൂർ എയർ കണ്ടീഷനിങ്, പ്ലാവിള ബാങ്കേഴ്സ് കലഞ്ഞൂർ, അഡ്വൻസ് സൊല്യൂഷൻസ് LLC എന്നിവരെയും ഈ വേദിയിലേക്ക്, ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എന്നാൽ സർവോപരി ഏറ്റവും മേലെയായിട്ട് ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്യേണ്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇന്നിവിടെ കടന്നു വന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഇല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടും യാതൊരു പ്രയോജനമില്ല. നിങ്ങൾ ഈ UAE ഈ പ്രവാസിയായിട്ടുള്ള ജീവിതത്തിനിടയിൽ ആകെ ചിലപ്പോൾ ഒരു ദിവസം കിട്ടുന്ന ഒരു അവധിയായിരിക്കും. അത് മാറ്റി ഇന്നത്തേക്ക് ഈ പ്രോഗ്രാം വേണ്ടി മാറ്റി വെച്ച നിങ്ങൾ ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നതിനോടൊപ്പം ഇന്ന് കടന്നു വന്നതിലൂടെ സന്തോഷം അറിയിക്കുന്നു. നിങ്ങളേവരെയും കൽപ്പയ്ക്ക് വേണ്ടി ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി കൽപ്പയുടെ പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ അയ്യപ്പിനെ ക്ഷണിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട കലഞ്ഞൂർ നിവാസികളെ എല്ലാവരെയും കൽപ്പയുടെ 20ാമത്തെ ഓണത്തിലേക്ക് ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം അതിനെ ആർപ്പോയ് 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 സോറി 20ാമത്തെ ഓണമാണ് കൽപ്പ ആഘോഷിക്കുന്നത്.
വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഇന്ന് ഇവിടെ സ്വാഗതം പറഞ്ഞ കൽപ്പയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജോജി ടി മാത്യു, അധ്യക്ഷ പ്രസംഗം അവതരിപ്പിച്ച ശ്രീ സുരേന്ദ്രൻ സർ, കൽപ്പ വൈസ് പ്രസിഡന്റ് ശ്രീ വർഗീസ് ജോൺസൺ, കൽപ്പയുടെ ഓഡിറ്റർ ശ്രീ പ്രമോദ് സി പി, കൽപ്പ കൾച്ചറൽ സെക്രട്ടറി ശ്രീ സുധീഷ്, ഇന്ന് എൻ്റെ കൂടെ ഇവിടെ വേദി പങ്കിടുന്ന നമ്മളുടെ ഗസ്റ്റ് ശ്രീമതി ലേഖ ബിജു, ട്രഷറർ ശ്രീ ലീൻ കോശി സാമുവൽ, സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, കൽപ്പയുടെ മറ്റുള്ള ഭാരവാഹികൾ, എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. കലഞ്ഞൂർ ഗ്രാമത്തിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കവയിത്രി ശ്രീമതി ലേഖാജിയെ ആശംസാ പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യുന്നു. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ ജീവിതാന്തരങ്ങൾ എന്ന കവിതാ സമാഹാരത്തിനായി എത്തിച്ചേരുന്നതിൻ്റെ ഇടയിൽ നമ്മൾക്ക് വേണ്ടി അല്പം സമയം കണ്ടെത്തിയതിനായി ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. പ്രോട്ടോക്കോൾ നോക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ആ വാക്കാണ് എനിക്ക് ഇപ്പോൾ യോജിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇവിടെ വന്നപ്പോൾ എന്നോട് ചേർന്ന് നിൽക്കുന്ന കുറേ പേരുടെ മുഖം കാണാൻ സാധിച്ചു. ഭയങ്കര സന്തോഷമാണ്. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി കൽപ്പയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ വർഗീസ് ജോൺസനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷനും കൽപ്പയുടെ ആയുഷ്കാല പ്രസിഡന്റുമായ ഞങ്ങളുടെ സുരേന്ദ്രൻ ചേട്ടൻ, ഇന്നത്തെ മുഖ്യ അതിഥി കവയത്രിയും സിനി ആർട്ടിസ്റ്റുമായ ദീപ പ്രമോദ്, ഞങ്ങളുടെ നാട്ടുകാരിയും ഏറ്റവും അടുത്ത സുഹൃത്തുമായ ബിജുവിൻ്റെ വൈഫ് മിസ്റ്റർ ലേഖ ബിജു, നമ്മുടെ ജനറൽ സെക്രട്ടറി ജോജി ടി മാത്യു, സ്നേഹം നിറഞ്ഞ എൻ്റെ കലഞ്ഞൂർ പ്രവാസികളെ, എല്ലാവർക്കും ആദ്യമേ ഓണാശംസകൾ നേരുന്നു. എൻ്റെ സ്നേഹനിർഭരമായ ഓണാശംസകൾ. അതുപോലെ വേദിയിലിരിക്കുന്ന കൽപ്പ പ്രസിഡൻറ്റ് സുരേന്ദ്രൻ ചേട്ടൻ, പിന്നെ വിശിഷ്ടാതിഥിയായി എത്തിയിട്ടുള്ള ദീപ പ്രമോദ്, നാട്ടുകാരിയായിട്ടുള്ള ലേഖ ബിജു, പിന്നെ ജനറൽ സെക്രട്ടറി ജോജി ജോർജ്, വൈസ് പ്രസിഡൻറ്റ് വർഗീസ് ജോൺസൺ, ട്രഷറർ മിസ്റ്റർ ലീൻ, ഏവർക്കും, പിന്നെ കലഞ്ഞൂർ പ്രവാസികളും കുടുംബാംഗങ്ങളുമായിട്ടുള്ള ഏവർക്കും എൻ്റെ ഓണാശംസകൾ. ഈ പ്രോഗ്രാം നല്ല രീതിയിൽ നടക്കുന്നതായി നമ്മുടെ വിശിഷ്ടാതിഥി പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ സർവശക്തനായ ദൈവം നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി 2024 ഇവിടെ വന്നുകൂടാൻ, ഓരോണം കൂടെ ആഘോഷിക്കുവാൻ ഒരവസരം തന്നതിന് ആദ്യമേ തന്നെ ദൈവത്തോട് നന്ദി പറയുകയാണ്, ജഗദീശനോട് നന്ദി പറയുകയാണ്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ ചീഫ് ഗസ്റ്റുകളെല്ലാവരും, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വേദിയിൽ ഇത്രയും പേരെ കൂട്ടാൻ പറ്റുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ആക്ച്വലി നമ്മളിതിനു വേണ്ടി പരിശ്രമിച്ചിറങ്ങിയപ്പോൾ നമ്മൾ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്, അതിലൂടെ നമ്മളെല്ലാവരെയും വിളിച്ചു. പക്ഷേ നമുക്ക് റെസ്പോൺസ് വളരെ കുറവായിരുന്നു. പക്ഷേ ഞങ്ങൾ ഭയന്നു, കാര്യം എത്ര ഫുഡ് നമുക്കിവിടെ ഓർഡർ ചെയ്യണം. കാര്യം നമ്മുടെ ഈ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ള എല്ലാ വർഷവും ചെയ്യുന്ന പോലെ അല്ല, ഇച്ചിരി എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഭയന്നിരുന്നു. അപ്പം എന്നിരുന്നാലും തന്നെയും ഇത്രയും പേർക്ക് ഇവിടെ കൂട്ടായി. പിന്നെ അടുത്തതായിട്ട് കൽപ്പ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് വേണ്ടിയാണ് അഹോരാത്രം എല്ലാവരും പരിശ്രമിച്ച് കൂട്ടായ്മയോടെ എല്ലാവരുടെ ഒരുമയോടുകൂടി ഇത്രയും ഈ ലെവലിൽ എത്തിച്ച എല്ലാവർക്കുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഇല്ലെങ്കിൽ സത്യത്തിൽ ഇത് നടക്കില്ല. കാര്യം വളരെ ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കറിയാമല്ലോ, ലീന ഓൾറെഡി പറഞ്ഞു. എല്ലാവരും ഇത്രയും സന്തോഷത്തോടെ സ്ഥിരം കാണുന്ന മുഖങ്ങളാണ് ആക്ച്വലി സത്യത്തിൽ. ഇത്രയും പേര് എപ്പോഴും ഉണ്ട്. എല്ലാവരോടുള്ള നന്ദി, എല്ലാവരും ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾ പറയുന്നു. നന്ദി, നമസ്കാരം.
ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ ഗുരുവായൂരദേശമമരും മുകുന്ദ മധുസൂദനായ ധീമഹി ഹരികേശവായ ഹരിമാധവായ ഹരി
കൃഷ്ണ 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 രാധ കാമുക ഈ ഭക്തൻ 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 പാടും ദുഃഖം കേൾക്കണേ. കൃഷ്ണ കൃഷ്ണ ഗോപി കൃഷ്ണ കംസമർദ്ദക ഈ കത്തും കണ്ണിൽ നോവായി പെയ്യും കണ്ണീർ കാണണേ. കൃഷ്ണ 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 രാധ കാമുക ഈ ഭക്തൻ 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 പാടും ദുഃഖം കേൾക്കണേ. കൃഷ്ണ കൃഷ്ണ ഗോപി കൃഷ്ണ കംസമർദ്ദക ഈ കത്തും കണ്ണിൽ നോവായി പെയ്യും കണ്ണീർ കാണണേ. പൊന്നമ്പല നട തുറന്ന് മഞ്ഞമുണ്ട് മടക്കി കുത്തി പടയ്ക്കു നീ ഇറങ്ങി വായോ പകച്ചു നിൽപ്പു പാവം അർജുനൻ. സുദർശനം എടുത്തെറിഞ്ഞ് അസുരന്റെ തലയെറുത്ത് അവതാര പിറവി പോലെ നടത്തിടണം നീയൻ മംഗളം. ചുറ്റും ചുറ്റും വില്ലന്മാരാണ് അമ്പും വില്ലുമായി യുദ്ധം 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 തീരാൻ കൂടെ നിൽക്കണേ. ചുറ്റും ചുറ്റും വില്ലന്മാരാണ് അമ്പും വില്ലുമായി യുദ്ധം 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 തീരാൻ കൂടെ നിൽക്കണേ. ഗുരുവായൂർ മതിലകത്ത് പതിവില്ല ജനത്തിരക്ക് അടിപ്പൊട്ടി തുടങ്ങി എന്നാൽ ഒടുക്കമില്ല വോട്ടെ ട്രാജഡി. 16,008 തവണ നീ നടത്തിക്കെട്ട് ഇതുവരും ഒരിക്കലല്ലേ മുളകിടലേ പാർത്ഥ സാരഥി. ഏ കൃഷ്ണ ഏ കൃഷ്ണ ഏ കൃഷ്ണ 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 ഏ ആ അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ. ഏനേനോ നേനേനോ ഏനേനേനോ ഏനേനോ നേനേനോ ഏനേനേനോ ഏനേനോ നേനേനോ ഏനേനോ നേനേനോ ഏനോ ഏനോ നേനേനോ. ഏനുണ്ടോടി അമ്പിളി ചന്തം ഏനുണ്ടോടി താമര ചന്തം ഏനുണ്ടോടി മാരിവിൽ ചന്തം ഏനുണ്ടോടി മാമര ചന്തം. കമ്മലിട്ടോ പൊട്ടു തൊട്ടോ ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ. കാവലം കിളി കാതില് ചൊല്ലന് കണ്ണിലിത്തിരി കൺമാശി വേണ്ടെന്ന് കുമ്പിരൽ പൂമണവുമായത്തന് കാറ്റുമൂലന് കരിവാള് വേണ്ടെന്ന്. എന്തിനാവോ ഏതിനാവോ ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പഞ്ചാര പൂങ്കുയിലേ. ഏനുണ്ടോടി ഏനുണ്ടോടി അമ്പിളി ചന്തം ഏനുണ്ടോടി താമര ചന്തം.
എന്തിനാവോ ഏതിനാവോ നീ മറിമാമെല്ലാം അറിഞ്ഞിട്ടും മിണ്ടാതെ നിൽക്കാനല്ലേ ഏനുണ്ടോടി അമ്പിളി ചന്തം ഏനുണ്ടോടി താമര ചന്തം ഏനുണ്ടോടി മാരിവിൽ ചന്തം ഏനുണ്ടോടി മാമര ചന്തം കമ്മലിട്ടോ ഏനിതൊന്നും അറിഞ്ഞതില്ലേ പുന്നാര പൂങ്കൊയിലേ.
മോനെ രംഗച്ചേട്ടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും.
हुआ आज कोई उसको मिल गया। कैसे मिल गया वो मिल गया हमसे ഇവിടെ ആരുമില്ലേ? ആരുമില്ല, കേറി പോരെ. സങ്കൽപ്പ മണി വീണാൽ സംഗീതം
സ്റ്റാർട്ട് യു ഗൈസ് സിംഗിങ്. നമുക്ക് ഒരുമിച്ച് പാടിയാലോ എന്താ? ഓക്കെ ഓക്കെ അല്ലേ? 3, 2, 1 ഗോ. അല്ലിയാമ്പ് നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. സൂപ്പർ അമേസിംഗ് ക്രൗഡ്. ഐ ലവ് യു ഗൈസ്. ഓക്കെ கடவுள் இல்லை என்றேன் தாய் காணும் வரை, கனவு இல்லை என்றேன் ஆசை தோணும் வரை, காதல் பொய் என்று சொன்னேன் காற்று வீசும் வரை, கவிதை வரையும் சுவை அர்த்தம் புரியும் வரை, கங்கை நீரின் சுவை கடலில் சேரும் வரை, காதல் சுவையொன்று தானே காற்று வீசும் வரை, நேற்று எல்லாதே மாற்றம் என்னது, காற்று என் காதில் ஏதோ சொன்னது, இதுதான் காதல் என்பதா, இளமை பொங்கிவிட்டதா, இதயம் சிந்திவிட்டதா, சொல் மனமே, நேற்று எல்லாதே மாற்றம் என்னது, காற்று என் காதில் ஏதோ சொன்னது. பூக்கும் ஓசை அது கேட்கத்தான் ஆசை, புல் விரியும் ஓசை அது கேட்கத்தான் ஆசை, பூக்கும் ஓசை அது கேட்கத்தான் ஆசை, புல் விரியும் ஓசை அது கேட்கத்தான் ஆசை, பட்சிகளின் குக்கு பூச்சிகளின் ரிங் ரிங் ரிங், சங்கீதம் சொல்லி தருமே தங்க பெண்ணே, காலோடு சிலங்கை போட்டே நதியில் நாம் வீணை மீட்டே, நதி பாடும் பாடல் கேட்டால் பட்டு பெண்ணே, பூமி ஒரு வீணை இது காற்றின் கைகள் வீட்டுதே, கேட்கும் ஒளி எல்லாம் அழகாரே காமா பதனி சரி, பூக்கும் ஓசை அது கேட்கத்தான் ஆசை, புல் விரியும் ஓசை அது கேட்கத்தான் ஆசை. ഞങ്ങൾ ഇവിടുന്ന് ചെറിയൊരു ട്വിസ്റ്റ് കൊടുക്കുകയാണേ. ഇതൊരു ഭക്തിഗാനമാണ്, പക്ഷെ വി ജസ്റ്റ് തോട്ട് പാടുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലേ? എല്ലാ മതത്തിനെയും റെസ്പെക്ട് ചെയ്യുന്നവരാണ്. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. ഓക്കെ, ഓൾറൈറ്റ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ചേർന്ന് പാടാം കേട്ടോ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേ
ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. Now we'll go back to movie songs, okay? കൈയടി കൊടുത്തേ. ഉണ്ടാന കായമെങ്ങും തന്നാലെ ആറിപ്പോന്ന മായമെന്ന പൊന്മാനെ പൊന്മാനെ എന്നെ കായமான போதும் என் மேனி தாங்கிக் கொள்ளும் உந்தன் மேனி தாங்காது செந்தேனே என்ன காதல் என்னவென்று சொல்லாமல் எங்கே எங்கே அழகி வந்தது அந்த சோகம் உன்னை தாக்கும் என்னென்றும் போது வந்து அழகி வந்தது மனிதர் உணர்ந்து கொள்ள இது மனித காதல் இல்லை அதையும் தாண்டி புனிதமானது. சிவகாமியே சிவனதியும் பாதியே அதுவும் உனக்கு புரியுமா? ലാലിയേ ലാലി ലാലിയേ ചുവരായി ലാലിയേ ലാലി ലാലിയേ ഓഹോ കൺമണി അൻപോട് കാതലൻ ഞാനെന്നു കരുതമേ പൊന്മണി പൊന്നിട്ട് സൗഖ്യമാണിങ്ക സൗഖ്യമേ உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது അത് എന്നെ கையில் வந்து முட்டுது. ഓഹോ കൺമണി അൻപോട് കാതലൻ ഞാനെന്നു കരുതമേ പൊന്മണി പൊന്നിട്ട് സൗഖ്യമാണിങ്ക സൗഖ്യമേ. You guys are amazing. Wow, nice. കൺമണി അൻപോട് കാതലൻ കൺമണി Okay. ഇതെല്ലാവർക്കും അറിയുന്ന പാട്ടാ. ഉൻ വീട്ടിൽ സൗഖ്യമാണ് ഇன்று സൗഖ്യമേ. അയെല്ലാം പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കൊടംപുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്. അയെല്ലാം പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്. തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട് തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്. ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുണ്ണനെ ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുണ്ണനെ. അയെല്ലാം പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്. അയെല്ലാം പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്. എല്ലാവരും വലിയ കൈയടി കൊടുത്തേ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. എല്ലാവരും ഒരിക്കൽ കൂടി അത് തന്നെ. ഓരായിരം തുമ്പികൾ ചിരിച്ചെപ്പു ചോരും ഇളം മുത്തിനും നിൻ ഒരു തുള്ളു തുമ്പിൽ മാപ്പു നീ തരൂ തരൂ തരൂ. കൊമ്പിളിൽ ഓരായിരം തുമ്പികൾ.
ഓടി വള്ളമായൊരൻ മോഹക്കായും ഓടി വള്ളമാണു നീ വായ്പാട്ടയോടി വള്ളമായൊരൻ മോഹക്കായും ഓടി വള്ളമാണു നീ മുഴക്കോല് പോലും കൂടാതെ നിന്നെ ഞാൻ അളന്നിട്ടു പെണ്ണേ എന്നോടെന്താണീ ഭാവം നിരുങ്ങുന്നൊരൻ നുറുങ്ങോലമേ ഒളിക്കുന്നുവോ കൊമ്പിൽ ഓരായിരം കരുത്തുമ്പികൾ പാലച്ചോട്ടിൽ കാത്തു നിന്നതെന്തിനോ നീലപ്പൂവി നീ കുടഞ്ഞ മഞ്ഞുമായി പാലച്ചോട്ടിൽ കാത്തു നിന്നതെന്തിനോ നീലപ്പൂവി നീ കുടന്ന മഞ്ഞുമായി നീളങ്ങളിൽ മൗനം പാടും പാട്ടിൻ കാലം ഞാൻ ഒരിക്കൽ നിൻ കോപം കൂട്ടും നാദം മീട്ടും ഞാൻ മനക്കൂട്ടിലേ മണിപ്പൈകിരി ചിരിച്ചെപ്പു ചോറും ഇളം മുത്തിനും തുള്ളു ചുണ്ടിൽ മാപ്പു നീ തരൂ 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 അതിനുവേണ്ടിയാണ്. അപ്പം ആദ്യമേ തന്നെ ഈ പരിപാടി വോട്ട് ഓഫ് താങ്ക്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും നന്ദി പ്രകാശനം എന്നുള്ളതാണ്. ഞാൻ പേരെടുത്ത് എല്ലാവരെയും പറയണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. മറന്നു പോവുകയാണെങ്കിൽ ദയവായിട്ടെല്ലാം ക്ഷമിക്കണം. ആദ്യമേ തന്നെ ജാമ്യത്തിലെടുക്കുകയാണ്. ആദ്യമേ തന്നെ നമ്മുടെ ഈ പരിപാടി നടത്തിയ ഈ ഹോട്ടലിന് നമ്മൾ അവസരം ഒരുക്കി തന്ന ഈ അൽബുസാൻ സെൻറ്ററിന് നമ്മൾ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് നമുക്ക് മെയിൻ സ്പോൺസറായിരുന്ന റീദ അൽ അൻസാരി എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ സബ് സ്പോൺസറായ ജബൽതൂർ, പിന്നെ അലാസ്ക കമ്പ്യൂട്ടേഴ്സ്, അൽദൂർ AC, അഡ്വൻറ്റ് സൊല്യൂഷൻസ്, ഇവർക്ക് എല്ലാവർക്കുമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും അങ്ങേയറ്റത്തെ നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് പറയുകയാണ്. അതോടെ തന്നെ നമ്മുടെ ഈ പരിപാടികൾക്ക് ചുക്കാൻ പിടിച്ച കൾച്ചറൽ സെക്രട്ടറി, അതോടെ തന്നെ ഇതിന് ഗെയിംസിൻ്റെ കോർഡിനേറ്റ് ചെയ്തത്, പിന്നെ നമ്മുടെ പ്രൈസുകൾ മേടിച്ചത്, ഇതെല്ലാം മേടിച്ചതിൻ്റെ പുറകിൽ നിങ്ങൾ ഈ കാണുന്നതിൻ്റെ ഈ 10 മിനിറ്റ് കൊണ്ട് നമ്മളിതെല്ലാം സമ്മാനമെല്ലാം കൊടുത്തു കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ പുറകിലുള്ളൊരു പ്രവർത്തനം ഭയങ്കരമാണ്. അത് എല്ലാവരും ഈ ഒരു സ്ഥാനത്തിലേക്ക് വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവത്തുള്ളൂ. ഞാനും പണ്ട് വിചാരിച്ചിരുന്നത് ഓക്കെ ഇതെന്തോ എല്ലാവരുടെയും പേരെഴുതുക, സമ്മാനം മേടിക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ അങ്ങനെയല്ല. ഇതിൻ്റെ പുറകിൽ ഒരു വലിയ രാവും പകലുമില്ലാത്ത അധ്വാനമുണ്ട്. ആ അധ്വാനത്തെ നമ്മളാരും ചെറുതായിട്ട് കാണാൻ പാടില്ല. അപ്പം ചെയ്ത സിജു, റിജു, ഷാബിൻ, അതുപോലെ തന്നെ സുധീഷ് ചേട്ടൻ, ഇവരോട് എല്ലാവരോടും ഉള്ള അങ്ങേയറ്റത്തെ നന്ദി ഞാൻ പറയുകയാണ്. പിന്നെ ഇതിൻ്റെ പുറകിൽ നെടുന്തുണായി നിന്ന എന്നും നമ്മുടെ കൽപ്പയുടെ പുറകിലുണ്ട് നമ്മുടെ പ്രസിഡൻറ്റ് അങ്ങേയറ്റത്തെ നന്ദി ഞാൻ അറിയിപ്പിക്കുകയാണ്. ഞങ്ങളുടെ വൈസ് പ്രസിഡൻറ്റ് വർഗീസ് ജോൺസൺ, അതുപോലെ തന്നെ ഞങ്ങളുടെ സെക്രട്ടറി, പുള്ളിയും ഇതിനു വേണ്ടി പുറകിൽ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. സെക്രട്ടറിക്കുമുള്ള അങ്ങേയറ്റത്തെ നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു. പിന്നെ
ഞാൻ ട്രഷറർ എന്ന നിലയ്ക്ക് ഞാൻ എന്നോട് ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയുകയാണ്. വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അത് പറഞ്ഞേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എന്നോടും പറയുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ്. എൻ്റെ കൂടുതലുണ്ടായിരുന്ന നമ്മുടെ ഈ ടീമിലുണ്ടായിരുന്ന എല്ലാ രാവും പകലും ഇല്ലാതെ അവർ പ്രവർത്തിച്ചു. അവർക്കെല്ലാവർക്കുള്ള നന്ദി പറയുകയാണ്. നമ്മുടെ അത്തപ്പൂ ടീമിന് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. കാരണം അവർ രാവിലെ 8 മണിക്ക് വന്നിട്ട് ഇവിടെ ഇത് ചെയ്തു തന്നു. രാജേഷ്, രാകേഷ്, അവരുടെ ആ ടീം, ഫുൾ ടീമിനോടുള്ള അങ്ങേയറ്റത്തെ നന്ദി ഞാൻ പറയുകയാണ്. എല്ലാ വർഷവും ഒരു ബുദ്ധിമുട്ടും പറയാറില്ല. നമ്മൾ വിളിച്ചിട്ട് നമ്മൾ ജസ്റ്റ് പറയത്തേ ഉള്ളൂ, രാജേഷ് മോനെ നമ്മുടെ പരിപാടി 10-ാം തീയതി കേട്ടോ, ഇനി പോന്നേക്കണം, അത്തപ്പൂ അത് നിങ്ങൾക്കാണ് സെറ്റാക്കിയേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ തന്നെയാണ്. അവർ അത്തപ്പൂ മാത്രമല്ല, ഈ വിളക്ക്, ഇതിൻ്റെ പറ, അരി, ആ വെളിയിൽ കാണുന്ന എല്ലാ അങ്ങനത്തെ ഔട്ട്ഡോർ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് അങ്ങേയറ്റം സഹായിക്കുന്ന അവരെ നമ്മൾ അങ്ങേയറ്റം നന്ദി അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് ഞാൻ അവരോടും പറയുകയാണ്. അതുപോലെ തന്നെ വെളിയിൽ നിന്ന് വന്ന നമ്മുടെ തിരുവാതിര ടീമിനോടുള്ള നന്ദി പറയുന്നു. അതുപോലെ തന്നെ ചെണ്ടക്കാർ ഈ വർഷം അവർ വന്നിട്ട് വളരെയധികം മനോഹരമായിട്ട് അവർ പെർഫോം ചെയ്തു, നമ്മളെല്ലാവരും കണ്ടു. അടുത്ത വർഷവും ഇതുപോലെ തന്നെ അവർ പെർഫോം ചെയ്യും. നമ്മുടെ സമയത്തിൻ്റെ കുറവാണ്, അവർക്കും പെട്ടെന്ന് പോകേണ്ടതുകൊണ്ടും പ്രിയ കമ്മിറ്റഡ് ഉള്ളതുകൊണ്ടുമാണ് അവരും പെട്ടെന്ന് പോയത്. എങ്കിലും വന്നവർക്കെല്ലാം നന്ദി പറയുകയാണ്. ഇനിയും പേരെടുത്ത് എനിക്ക് പറയാനുള്ള എൻ്റെ കൽപ്പ അംഗങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കവറേജ് ചെയ്ത് വന്നതിനും വളരെയധികം താങ്ക്സ് പറയുകയാണ്. ഇനി എനിക്ക് പറയാനുള്ള എൻ്റെ കൽപ്പ മെമ്പേഴ്സിനോടാണ്. നിങ്ങളീ വന്നു സംബന്ധിച്ചു, വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വർഷവും എല്ലാവരും വരിക. നമ്മളൊരു ചെറിയ സംഘടന, നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മൾ അത്ര വലിയ സംഘടനയല്ല, പക്ഷേ എങ്കിലും നമ്മളൊരു ചെറിയ സംഘടനയാണ്. ഇന്നിവിടെ വന്നു, എല്ലാവരും തമ്മിൽ കണ്ടു, സന്തോഷമായിട്ട്. ഇനി നമുക്ക് അടുത്ത വർഷമേ ഉള്ളൂ. ആ ഒരു വർഷത്തെ ഒരു ദിവസം കൽപ്പയ്ക്ക് വേണ്ടി മാറ്റി വെക്കണം. അതുപോലെ തന്നെ നമ്മൾ നിങ്ങളോട് വിളിക്കുമ്പോൾ നിങ്ങളുടെ ചെറിയ സംഭാവനകൾ, ചെറിയ സബ്സ്ക്രിപ്ഷനുകൾ എല്ലാം നമുക്ക് തരിക. അതുകൂടിയാണ് നമ്മൾ ഈ സംഘടന പോകുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ള അങ്ങേയറ്റത്തെ നന്ദി ഞാൻ പറയുകയാണ്. എല്ലാവരും ഇനിയും വരിക. 2025 ജഗദീശ്വരൻ സമ്മതിക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ഈ ഒരു ഓണം ആഘോഷിക്കും. നമ്മൾ ആഘോഷിക്കും. എല്ലാവർക്കും ഉള്ള ഒരിക്കൽ കൂടിയുള്ള നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.